നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ-അഖ്സ മസ്ജിദ് വളപ്പിലേക്ക് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രായേൽ മന്ത്രി കടന്നു കയറിയതിനെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനം മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യമൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗുറിന്റെ അൽ-അഖ്സ മസ്ജിദ് വളപ്പിലേക്കുള്ള അതിക്രമവും തെക്കൻ സിറിയയിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശ സേനയുടെ നുഴഞ്ഞുകയറ്റവും ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഇസ്രായേൽ ലംഘനങ്ങളെ സൗദി അറേബ്യ അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനമാണ് അറബ് രാജ്യങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അധിനിവേശം അവസാനിപ്പിക്കണമെന്നും പാലസ്തീൻ രാജ്യം അംഗീകരിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അൽ-അഖ്സ പള്ളിക്ക് നേരെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ വികാരങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രകോപനവുമാണെന്ന് സൗദി അറേബ്യ ഊന്നിപ്പറഞ്ഞു. സിറിയയിൽ സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നത് സിറിയയുടെ സുരക്ഷയും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഹീബ്രു വെളിച്ചങ്ങളുടെ വിരുന്ന്, അതായത് ഹനൂക്ക എന്ന് വിളിക്കപ്പെടുന്ന ജൂത മതവിശ്വാസ പ്രകാരമുള്ള ആചാരത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ പോലീസിന്റെ കനത്ത സംരക്ഷണത്തിൽ അൽ-അഖ്സയിൽ അതിക്രമിച്ചു കയറാൻ ഇസ്രായേലിന്റെ തീവ്രവാദ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ-ഗുർ തയ്യാറായതെന്നാണ് റിപ്പോർട്ടുകൾ. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തീവ്ര വലതുപക്ഷ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡസൻ കണക്കിന് കുടിയേറ്റക്കാർ മൊറോക്കൻ ഗേറ്റ് വഴിയാണ് അൽ-അഖ്സയിലേക്ക് ഗ്രൂപ്പുകളായി പ്രവേശിച്ചത്. മസ്ജിദിന്റെ മുറ്റത്ത് നിന്ന് സംഘം പ്രകോപനപരമായ രീതിയിൽ അൽ-മുധിയൻ മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തു. നിയമവിരുദ്ധമായി മസ്ജിദുൽ അഖ്സയിൽ പ്രവേശിക്കുന്നത് മേഖലയിൽ വലിയ സംഘർഷത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കാറുണ്ട്. മസ്ജിദുൽ അഖ്സയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് വഴിയൊരുക്കാനും അവിടേക്കുള്ള സുരക്ഷ ഒരുക്കാനും ഇസ്രായേൽ അധിനിവേശ അധികാരികൾ മസ്ജിദ് അങ്കണങ്ങളിൽ ഒരു പ്രത്യേക സൈനിക യൂണിറ്റിനെ വിന്യസിക്കുകയും ബെൻ-ഗുർ അവിടെയുള്ളപ്പോൾ പലസ്തീൻ ആരാധകരെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തടയുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പോലീസ് ജെറുസലേമിലെ പഴയ നഗരത്തിന് ചുറ്റുമായി സൈനിക നടപടികൾ ശക്തമാക്കിയതും അൽ-അഖ്സയുടെ കവാടങ്ങളിൽ പലസ്തീനികളെ പള്ളി മൈതാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞതും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇസ്രായേൽ അതിന്റെ അധിനിവേശം അവസാനിപ്പിക്കുകയും സ്വതന്ത്ര പലസ്തീൻ രാജ്യം അംഗീകരിക്കുകയും ചെയ്യണമെന്നും സൗദി അറേബ്യ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ക്രിസ്മസ് ദിനത്തിൽ നെതന്യാഹു ഒരു പ്രതിജ്ഞയെടുത്തിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്ന ഹൂതികളെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ യമന്റെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് 100ഓളം ഫൈറ്റർ ജെറ്റുകളാണ് ഇസ്രായേൽ അയച്ചിരിക്കുന്നത്. വലിയ നാശനഷ്ടമാണ് യമനിൽ സംഭവിച്ചിരിക്കുന്നത്.